12-ാം തീയതി നടക്കുന്ന വാവുബലിക്കുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തിരുവല്ലത്തും അതുപോലെ വർക്കലയിലും തിരുമൂലവാരത്തും ആലുവയിലും പിന്നെ മറ്റ് അനേക സ്ഥലങ്ങളിലും ഈ ബലിക്കുള്ള ഒരുക്കങ്ങൾ, ബലിതർപ്പണത്തിനുള്ള ശംഖുമുഖത്തും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. നാളെ രാത്രിയാണ് പിന്നെ അതിന്റെ ഒരു വിലയിരുത്തലാണ് നടത്തിയത്. തിരുവല്ലത്തെ അറേഞ്ച്മെന്റ്സൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ വിപുലമായിട്ടുള്ള അറേഞ്ച്മെന്റ്സാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ഒരേ സമയത്ത് രസീത് കൊടുക്കാനും ബലിയിടാനുമുള്ള സൌകര്യങ്ങൾ തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നു. തിരുവല്ലത്ത് ഞങ്ങൾ ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ളത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പേർക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനിൽ ബുക്ക് ചെയ്താലുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വന്ന് ക്യൂ നിൽക്കാതെ ഒരു നിശ്ചിത സമയം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് അത് ബലിയിടാനുള്ള ക്രമീകരണം ഉണ്ടാവും. അതാണ്. പിന്നെ VIP പാസ് ഇപ്രാവശ്യം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതുകൊണ്ട് അതില്ല. തിരുവല്ലത്തെ ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ്. പിന്നെ അതുപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കാനും പാർവതി പുത്തനാറ് വൃത്തിയാക്കാനും ഒക്കെയുള്ള നടപടികൾ നന്നായി പുരോഗമിച്ചു കഴിഞ്ഞു. ശംഖുമുഖത്തെ ക്രമീകരണങ്ങളും കുഴപ്പമില്ല, നടക്കുകയാണ്. വർക്കലയിൽ ഇന്ന് അവിടുന്ന് ആളുകൾ വന്നിരുന്നു, അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ആളുകളൊക്കെ വന്നിരുന്നു. അവിടെയും ഒരുക്കങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കടൽ കയറി ഞങ്ങളുടെ പിന്നെ ബലിതർപ്പണ പന്തലെടുത്തുകൊണ്ട് പോയി. ഇപ്രാവശ്യം അതുകൊണ്ട് അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിചാരത്തിലാണ്. പിന്നെ ഉള്ളത് തിരുമൂലവാരത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോടതി തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കണക്കിലെടുത്ത് ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒന്നിച്ചിരുന്ന് ബലിതർപ്പണം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അതുപോലെ ആലുവയിലും ക്രമീകരണങ്ങൾ നടത്തി. എല്ലായിടത്തും ഞങ്ങൾ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാനും. കാരണം ഈ ദേവസ്വം ബോർഡിനെ പറ്റി പരാതികളാണല്ലോ സാധാരണ. ഈ ബലിതർപ്പണത്തെ സംബന്ധിച്ച് പരാതികൾ വരരുത് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യത്തിലും ആഗ്രഹത്തിലുമാണ് വളരെ ക്രമീകരണങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ വിലയിരുത്തുകയും അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ സൈറ്റിൽ നിൽക്കാനായിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർമാരെ 2-3 പേരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് തൃപ്തികരമായിട്ടുള്ള പരാതികളില്ലാതെ വളരെ പെട്ടെന്ന് വന്ന് തൃപ്തികരമായി വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ ബലിതർപ്പണം നടത്തിപ്പോകാൻ സാധിക്കും. അത് വിജയിക്കുമെങ്കിൽ ബോർഡിന് സന്തുഷ്ടി ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ നീക്രമക്കേടിൽ ഈ PS പ്രശാന്തന് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിലെന്തെങ്കിലും നിലവിൽ അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എന്റെ വിഷയമേ അല്ല. ദേവസ്വം വിജിലൻസ് ആയിരുന്നല്ലോ അത് വിജിലൻസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ FIR ഇട്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് പ്രതികരണമില്ല. കർക്കിടക വാവുമായിട്ട് ബന്ധപ്പെട്ടേ ബലിത്തറകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബലിത്തറകൾക്ക് GST ഈടാക്കുമെന്നാണ് പറയുന്നത്. 18% GST. അത് ബലിത്തറകൾ ലേലം ചെയ്ത് കൊടുത്താൽ മാത്രമേ അങ്ങനെയുള്ളൂ. ബലിത്തറ നടത്താനുള്ള അധികാരം നമ്മൾ ലേലം ചെയ്ത് കൊടുത്താൽ GST നിയമം അനുസരിച്ച് നിങ്ങളൊരു ലേലം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ടിൽ GST കൊടുക്കണം. വർക്കല ദേവസ്വത്തിന്റെയാണ്. അത് ലേലം ചെയ്ത് കൊടുക്കുകയാണ്. അവിടുത്തെ അതെ, അത് GST നിയമമാണത്. ഇത് വർക്കൽ നമ്മുടെ രസീതാണോ? അത് ഇപ്പൊ തന്നെ പരിശോധിക്കാം. ലേലമാണെങ്കിൽ ലേലം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ ലേലം ചെയ്യാൻ ഈ GST വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ ഇത് 6,000 രൂപയാണ്. 6,000 രൂപയാണ്. അതിലാണ് 18% ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടാക്സ് ഈടാക്കുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. GST നമ്പർ രേഖപ്പെടുത്തണം, GST എത്രയാണ് രേഖപ്പെടുത്തണം, സ്റ്റേറ്റ് GST എത്രയാണ് രേഖപ്പെടുത്തണം. ഒന്നുമില്ലാതെ ഒരു വെറും പേപ്പറിൽ 18% GST എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിപ്പോ ഇപ്പൊ തന്നെ പരിശോധിക്കാം. വർക്കലയിലാണ് ഒരു വിഷയം, വേറെങ്ങും വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ശ്രദ്ധയപ്പെടുത്തിയതിന് നന്ദി. തീർച്ചയായിട്ടും 6,000 രൂപയ്ക്ക് ബലിത്തറ എടുക്കുമ്പോൾ 6,000 രൂപയ്ക്ക് എങ്ങനെയാണ് GST വരുന്നത്? ലേലം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഫിക്സ്ഡ് പ്രൈസിന് അങ്ങനെ കൊടുക്കുന്നതിനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബലിത്തറ എന്ന് പറയുന്നത് അത് ഈ കടലോരത്തിരിക്കുന്ന ബലിത്തറയാണ്, കടൽ പ്രദേശമാണ്. ദേവസ്വം ബോർഡിന്റെ തന്നെ അല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഭൂമി അല്ല എന്ന് നമുക്ക് പറയാം. സ്വാഭാവികമായിട്ടുള്ള ഒരുക്കങ്ങൾ കൊടുക്കുന്നത് മാത്രമാണ് ഒരു ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ GST ഈടാക്കുന്നത്. പറഞ്ഞല്ലോ അതിനകത്ത് ഇപ്പൊ പരിശോധിക്കുക. ഇപ്പൊ തന്നെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും 100 പൂജാരിമാരുടെ കയ്യിൽ ഈ GST ഇനത്തിൽ പണം മേടിക്കുന്നതാണ് പറയുന്നത്. ഇത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ്. ഇപ്പൊ ഇവിടെ അല്ലല്ല, ഇവിടെ വർക്കലയിലുള്ള രീതിയല്ല തിരുമൂലവാരത്ത് ഉള്ള രീതിയല്ല തിരുവല്ലത്തുള്ളത്. ചിലയിടത്ത് നമ്മൾ തന്നെ ആളുകളെ എൻഗേജ് ചെയ്യാണ്, പൂജാരിമാരെ എൻഗേജ് ചെയ്യാണ്. ചിലയിടത്ത് ശമ്പളത്തിന് വരുത്തുകയാണ്. ഇതെനിക്ക് തോന്നുന്നു വർക്കലയിൽ ശമ്പളത്തിന് വരുത്തുകയാണ്. പല നാട്ടിൽ നിന്ന് വരുന്ന പൂജാരിമാരെ അവിടെ നിന്ന് ലൈസൻസ് എടുക്കാൻ മനസ്സിലായി.
ലേലമല്ല. ഈ കടത്തറയിൽ നിന്ന് പൂജ ചെയ്യാൻ ലേലം കൊടുക്കുകയാണ്, ലൈസൻസ് കൊടുക്കുക. അപ്പൊ ലൈസൻസിക്ക് GST ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ഇപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് ബാക്കിയുണ്ട് തിരിച്ചു കൊടുക്കുക. ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് തന്നെ പറയുന്നത് 10,000 രൂപയ്ക്ക് മുകളിൽ മാത്രമാണെങ്കിൽ ഈ GST വരുള്ളൂ പറയുന്നത്. തീർച്ചയായിട്ടും അത് പരിഹരിക്കും. ഇപ്പത്തെ പരിഹരിക്കാം. ഇപ്പൊ തിരിച്ചു കൊടുക്കാമല്ലോ, അവരവിടെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുക. ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് പരിഹരിക്കും കേട്ടോ. അതിനെപ്പറ്റി സംശയം വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ഈ സമീപനങ്ങളാണ് കുഴപ്പം. നിയമങ്ങൾ നോക്കാതെ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലേ ആരോപണങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ പരിഹരിക്കാം. നിങ്ങൾക്ക് പരിഹരിച്ചതിന്റെ മറുപടി ഇപ്പൊ തന്നെ കിട്ടും കേട്ടോ. പിന്നെ കഴിഞ്ഞില്ലേ? ഉന്നതാധികാര സമിതി ഉണ്ടായിരുന്നു. ചെയർമാനെ കണ്ടില്ലേ? ഉന്നതാധികാര സമിതി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പൊ തന്നെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്തത്. വരാനിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ നമുക്കിപ്പോൾ ദേവസ്വം പിന്നെ ശബരിമല തുടങ്ങാൻ 100 ദിവസം മാത്രം ഉള്ളപ്പോൾ 3-4 വർഷത്തിന് ശേഷം വരുന്ന പരിപാടികളിൽ നമ്മളിപ്പോൾ അധികം ശ്രദ്ധിച്ചാൽ നടക്കുന്ന സമയമല്ല. എങ്കിലും പക്ഷേ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രസക്തമായിട്ടുള്ള പിന്നെ പ്രോജക്റ്റുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ പമ്പയിലേക്കുള്ള പ്രവേശനത്തിന് ഒരു വാട്ടർമാർക്ക് ഈ ഫ്ലഡ് ലെവലിന് മുകളിലുള്ള ഒരു പാലത്തിനെ പറ്റി പറയുന്നുണ്ട്. അതേതാണ്ട് 100 കോടി രൂപ വില വരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു. തത്വത്തിൽ അത് അംഗീകരിച്ചു. പക്ഷേ അതിന് ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ അതുപോലെ ഓരോ പിന്നെ STPകൾ വേണം നിലയ്ക്കലിലും പമ്പയിലും. ഇതൊക്കെ ഇന്നത്തെ പിന്നെ ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലായി വരാൻ സമയമെടുക്കും. അതിലേക്ക് ഉള്ള നടപടികളിലേക്ക് പോകും. അടുത്ത വർഷം കുറഞ്ഞ വർഷം പമ്പയിലെ STP എങ്കിലും സ്ഥാപിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പമ്പയിലെ നിലയ്ക്കലിലും. അത് ഞങ്ങളുടെ ജോലിയാണല്ലോ ഇപ്പോൾ. അല്ലല്ലോ ഇപ്പോൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരൊക്കെ ഇവിടെ വന്നിരുന്നു. അത് നമുക്കറിയാൻ വയ്യ. അതൊക്കെ അതിന് മുറ പോലെ നടക്കും. പോലീസ് അന്വേഷണത്തിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല.